സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇസ്രായേലിൻ്റെ കഥ പറയുന്ന വീഡിയോ സീരീസിൻ്റെ 9ാം ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ വന്ന ഒരു തെറ്റ് ആദ്യമേ കറക്റ്റ് ചെയ്തുകൊള്ളട്ടെ. പാലസ്റ്റീൻ എന്ന് പറഞ്ഞ പേര് റോമാക്കാരിട്ടതാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി. അത് AD 63 ഇട്ടു എന്നാണ് പറഞ്ഞത്. AD 63 അല്ല, BC 63 പാലസ്റ്റീന എന്ന് പറയുന്ന പേര് ആ പ്രദേശത്തിന് റോമാക്കാർ ഇട്ടത്. ഇനി ഇസ്രായേലിൻ്റെ കഥയിലേക്ക് വരുമ്പോൾ നമ്മൾ സോളമൻ്റെ കഥ പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. വാസ്തവത്തിൽ സോളമൻ്റെ കാലഘട്ടത്തോടു കൂടി യൂണിഫൈഡ് കിങ്ഡം ഓഫ് ഇസ്രായേൽ അവസാനിക്കുകയാണ്. അപ്പോൾ യൂണിഫൈഡ് കിങ്ഡം ഓഫ് ഇസ്രായേലിൻ്റെ കാലം 1020 മുതൽ BC 1020 മുതൽ BC 922 വരെ ഏകദേശം 98 വർഷമാണ് യൂണിഫൈഡ് ഇസ്രായേൽ എന്ന് പറയുന്ന ഇസ്രായേൽ ഉണ്ടായിട്ടുള്ളത്, ശരിക്കുള്ള ഇസ്രായേൽ. ആദ്യത്തെ രാജാവ് സാവൂള്, രണ്ടാമത്തെ രാജാവ് ദാവീദ്, മൂന്നാമത്തെ സോളമൻ. അപ്പം സാവൂള് വ്യത്യസ്തനായ രാജാവാണ്. ദാവീദും സോളമനും അച്ഛനും മകനുമാണ്. അപ്പോൾ ഇവർ സാവൂൾ മുതൽ ഇങ്ങോട്ടുള്ളവർ യൂദയ ഗോത്രത്തിൽപ്പെടുന്ന ആളാണ്. ദാവീദും സോളമനും യൂദയ ഗോത്രത്തിൽപ്പെടുന്ന ആളാണ്. സാവൂൾ ബെഞ്ചമിൻ ഗോത്രക്കാരനാണ്. നമ്മളിത് നേരത്തെ പറയുകയുണ്ടായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ഇവിടെ ഇനി സോളമൻ്റെ മക്കളാണ് രാജാക്കന്മാരായി വരുന്നത്. അപ്പോൾ സോളമൻ്റെ കാലഘട്ടത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ പറഞ്ഞു, അദ്ദേഹം ധാരാളം ഭാര്യമാരെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയും അവരുടെ വിഗ്രഹാരാധനയിലേക്ക് അദ്ദേഹം പ്രവേശിക്കുകയും ചെയ്തു. ഇസ്രായേലിൻ്റെ കഥ പറയുമ്പോൾ പൊളിറ്റിക്കൽ എന്നതിനേക്കാൾ ഏറെ ദൈവവുമായിട്ടുള്ള ബന്ധമാണ് അവിടെ പ്രാധാന്യമർഹിക്കുന്ന കാര്യം. ഇസ്രായേൽ സമൂഹം എന്ന് പറയുന്നത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട സമൂഹം എന്ന നിലയിലാണ് അതിൻ്റെ പ്രാധാന്യം. കാരണം അന്ന് അത് ലോകത്തിലെ പ്രബലമായ ഒരു രാജ്യമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചറോ ഒന്നുമല്ല. അതൊരു കുഞ്ഞു രാജ്യമാണ്, ഒരു സ്മോൾ ട്രൈബ്. അന്നത്തെ മേജർ പവേഴ്സ് വെച്ച് നോക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ ഇങ്ങനെ വരുന്ന കാലഘട്ടത്തിൽ ആദ്യമൊക്കെ ബാബിലോണിയാണ് മേജർ പവർ. ഹമ്രാബി എന്നൊക്കെ നമ്മൾ കേൾക്കുന്നു. മെസപ്പൊട്ടോമിയൻ റീജിയനിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജ്യം ബാബിലോണിയാണ്. അത് ഇറാഖിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അത് എൻറ്റയർ ബാബിലോണിയൻ റീജിയൻ, മെസപ്പൊട്ടോമിയൻ റീജിയൻ കവർ ചെയ്ത് നിന്ന വലിയ ഒരു സാമ്രാജ്യമാണ്. അപ്പോൾ ആ സാമ്രാജ്യത്തിനകത്താണ് ഈ യൂദയ എന്ന് പറയുന്ന കൊച്ചു സാധനം രൂപപ്പെട്ടു വരുന്നത്. അതിന് അത്രത്തോളം ഒന്നും പ്രാധാന്യമില്ല. ഈ ബാബിലോണിൻ്റെ ഉള്ളിലാണ് പിന്നീട് അസീറിയ പ്രബലപ്പെട്ട് വരുന്നത്. അപ്പോൾ അസീറിയയും ബാബിലോണുമായി പിന്നീട് ഈ മെസപ്പൊട്ടോമിയൻ റീജിയനിലെ പ്രധാനപ്പെട്ട സാമ്രാജ്യ ശക്തികൾ എന്ന് പറയുന്നത്. അപ്പം ബാബിലോൺ, അസീറിയ, അത് കഴിഞ്ഞിട്ട് ഈജിപ്തിലേക്ക് പോകുന്ന ആ ചെറിയ ട്രാക്കിലാണ് ഈ കുഞ്ഞു രാജ്യം ഇവിടെ ഫോം ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അതിൽ യൂണിഫൈഡ് ആയിട്ട് നല്ലൊരു സ്ട്രക്ചറിൽ രാജ്യം ഉണ്ടായിരുന്നത്, അവിടെ ഉണ്ടായിരുന്ന വിവിധ ഗോത്ര സമൂഹങ്ങളെ പുറത്താക്കിയിട്ട് ഈ രാജ്യം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്ട്രക്ചറിൽ ഉണ്ടായിരുന്നത്, അതായത് ഇന്ന് കാണുന്ന ഇസ്രായേലും ലെബനോണും ഇന്നത്തെ സിറിയയുടെ ചെറിയൊരു ഭാഗവും, പഴയ അസീറിയയും ഇന്നത്തെ സിറിയയും തമ്മിൽ ബന്ധമൊന്നുമില്ല. പഴയ അസീറിയ വലിയ രാജ്യമാണ്. പഴയ അസീറിയയുടെ തലസ്ഥാനം നിനവയാണ്. നിനവ എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാഖിലെ മൊസൂളാണ്. അപ്പം അത് അന്നത്തെ അസീറിയ അല്ല ഇന്നത്തെ സിറിയ. ഇന്നത്തെ ഒരു കൊച്ചു രാജ്യമാണ്. അപ്പം ആ സിറിയയുടെ കുറച്ച് ഭാഗങ്ങളും ജോർദാൻ്റെ കുറച്ച് ഭാഗങ്ങളും ഒക്കെ ചേർന്ന ഇന്നത്തെ ഇസ്രായേൽ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ വളരെയേറെ വലിപ്പമുള്ളൊരു രാജ്യം. അപ്പോൾ ആ രാജ്യം, യൂണിഫൈഡ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, അത് സാവൂളാണ് അതിൻ്റെ അതിർത്തികൾ നിർണ്ണയിച്ചത്. അത് പെർഫെക്റ്റ് ആക്കിയത് ദാവീദാണ്. സോളമനാണ് വളരെ കംഫർട്ടബിളായിട്ട് ഭരിച്ചത്. യുദ്ധമൊന്നുമില്ല, അദ്ദേഹം വളരെ സമാധാനമായിട്ട് ഭരിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ സമാധാനത്തിൻ്റെ സുഖം കുറച്ച് കൂടിപ്പോയി. അവസാന ഭാഗമായപ്പോഴത്തേക്കും അദ്ദേഹം ദൈവത്തെ മറന്നു. അപ്പോൾ അതോടെ അതിൻ്റെ അവസാന ഭാഗത്ത് തന്നെ ഇത് ശിഥിലമാക്കപ്പെടുമെന്നുള്ള പ്രവചനങ്ങൾ പുരോഹിതന്മാരുടെയും പ്രവാചകരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഒരു കയ്യാളുണ്ടായിരുന്നു, ജെറോബോവാം എന്നാണ് അദ്ദേഹത്തിന് പേര്, ജെറോബോവാം. അപ്പോൾ അദ്ദേഹം ഈ സോളമൻ്റെ ഒരു കയ്യാളായിരുന്നു. അപ്പോൾ സോളമൻ്റെ കയ്യാളായിരുന്ന ഈ ജെറോബോവാം എഫ്രായിം ഗോത്രക്കാരനാണ്. പക്ഷേ ഈ പ്രവചനം പറഞ്ഞയാൾ ഈ ജെറോബോവാം കിങ് അയക്കും എന്നൊരു സൂചന പറഞ്ഞതോടുകൂടി സോളമൻ ഇവനെ പായിപ്പിച്ചോളാം. അങ്ങനെ ജെറോബോവാം ഈജിപ്തിൽ പോയിട്ട് താമസാക്കി. പിന്നീട് സോളമൻ്റെ മകൻ റാഹോബോവാം, മറ്റത് ജെറോബോവാം, ഇത് റാഹോബോവാം. സോളമൻ്റെ മകൻ റാഹോബോവാമാണ് അദ്ദേഹത്തിൻ്റെ മക്കളുടെ ഇടയിലുള്ള പവർ സ്ട്രഗിളിൽ പൊന്തി വന്നത്. അങ്ങനെ അദ്ദേഹം രാജാവാകുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭരണം തീർത്തും ജനവിരുദ്ധമാണ്. ഭയങ്കര ടാക്സേഷൻ വരുത്തുന്നു. പിന്നെ വിഗ്രഹാരാധനയും മറ്റ് പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ജനങ്ങൾ റിബലിയനാകുന്നു. ആ അവസരം മുതലാക്കി ജെറോബോവാം ഈജിപ്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അദ്ദേഹം ഒരു റെബലിയൻ സംഘടിപ്പിക്കുന്നു. ആ റെബലിയൻ്റെ ഭാഗമായി ഇസ്രായേലിൻ്റെ പകുതി ഭാഗം ഈ രാജ്യത്തിൽ നിന്ന് വേർപെട്ടു പോകും. അങ്ങനെ രാജ്യം നേരെ നടുവെ വിഭജിക്കപ്പെട്ട് 2 രാജ്യങ്ങളായി മാറുന്നു.
അപ്പോൾ അതിൻ്റെ വടക്കൻ ഭാഗത്തിനെ ഇസ്രായേൽ എന്നും അതിൻ്റെ തെക്കൻ ഭാഗത്തിന് യൂദയ എന്നും പേരിട്ട് വിളിക്കുന്നു. ഇപ്പം രാജ്യം ഏകദേശം നടുക്കൂടെയാണ് വിഭജിക്കപ്പെട്ടത്. ജെറുസലേം അടക്കമുള്ള തലസ്ഥാനം യൂദയായിൽ വരുന്നു. ജെറുസലേമിൽ നിന്ന് ഏകദേശം ഒരു 10-30 കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് പിന്നീട് വടക്കോട്ടുള്ള ഭാഗങ്ങൾ മുഴുവൻ ഇസ്രായേൽ എന്ന പേരിൽ വേറൊരു രാജ്യമായി മാറും. ആ രാജ്യത്തിന് തലസ്ഥാനമായിട്ട് ബത്തേൽ വരുന്നുണ്ട് ആദ്യം. അത് കഴിഞ്ഞ് ക്യാപിറ്റൽ പല ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം ഇത് ആദ്യമായിട്ട് രൂപപ്പെടുന്നൊരു സംഗതിയാണ്. ഇവിടെ ഒരു പ്രധാന പ്രശ്നമുള്ളത്, ഇവരുടെ ഏറ്റവും പ്രമുഖമായ സംഗതി എന്ന് പറയുന്നത് ദേവാലയമാണ്. അപ്പോൾ ക്യാപിറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ ദേവാലയം ഇവിടെ ഇരിക്കുന്നതാണ് ക്യാപിറ്റൽ. അപ്പോൾ ജെറുസലേമിലാണ് ദേവാലയം ഉള്ളത്. സോ ദാറ്റ് ക്യാപിറ്റൽ കനോട്ട് ബി ചേഞ്ച്ഡ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ജനം എപ്പോഴും ജെറുസലേമിലേക്ക് ആരാധിക്കാൻ പോകും. ഒരു വർഷത്തിൽ 3 തവണ ജെറുസലേം ദേവാലയത്തിൽ പോകണമെന്നുള്ളത് വളരെ നിർബന്ധമുള്ള കർക്കശമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ജെറുസലേമിലേക്ക് പോളിറ്റിക്സും ജെറുസലേമിലേക്ക് കേന്ദ്രീകരിക്കും. അപ്പോൾ ഇതിനെ ഒരു മറുമരുന്നുണ്ട് എന്ന് ജെറോബോവാം ആലോചിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ വടക്കൻ ഭാഗത്ത് ഇസ്രായേലിൽ നിന്ന് ജനങ്ങൾ തെക്ക് ഭാഗത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി, ആ രാജ്യവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് നിർത്തുവാൻ വേണ്ടി അദ്ദേഹം അതിന് കണ്ടുപിടിച്ച ടെക്നിക്ക്, അദ്ദേഹത്തിന് സൗകര്യം പോലെ 2-3 ദേവാലയങ്ങൾ അങ്ങോട്ട് പണിയാണ് ചെയ്തത്. അപ്പോൾ ആ ദേവാലയങ്ങൾ പിന്നെ ബത്തേലിലും ഒക്കെ അദ്ദേഹം ദേവാലയങ്ങൾ ഉണ്ടാക്കി. ദാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ദേവാലയം ഉണ്ടാക്കി. ദാൻ എന്ന് പറയുന്നത് എക്സ്ട്രീം നോർത്തിലാണ്. ബത്തേൽ എന്ന് പറയുന്നത് ഇസ്രായേൽ രാജ്യത്തിൻ്റെ എക്സ്ട്രീം സൗത്തിലാണ്. എന്ന് പറഞ്ഞാൽ ജെറുസലേമിൽ നിന്നൊരു 30 കിലോമീറ്റർ അപ്പുറത്താണ് ഈ ബത്തേൽ വരുന്നത്. അവിടെ ഇവർ പഴയ കാള, സ്വർണ്ണത്തിൻ്റെ കാളയൊക്കെ ഉണ്ടല്ലോ, അതിനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് അവർ ആഘോഷമായിട്ട് പൂജാഗിരികളും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ ആ രാജ്യം തീർത്തും ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അവർ വിഗ്രഹാരാധന തുടങ്ങി, മറ്റ് ഗോത്രങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കാൻ തുടങ്ങി, മറ്റ് ഗോത്രങ്ങളിലെ ആളുകളൊന്ന് താമസിക്കാൻ തുടങ്ങി. അവരുടെ ആ ഇസ്രായേൽ കൾച്ചർ, അല്ലെങ്കിൽ ഇതുവരെ അവരെ എങ്ങനെയാണോ മതപരമായിട്ട് വളർത്തിക്കൊണ്ടുവന്നത് അതിൽ നിന്ന് അവർ തീർത്തും മാറിപ്പോയി. നരബലി പോലെയുള്ള വലിയ അനാചാരങ്ങളിലേക്ക് വലിയ തോതിൽ ഈ സമൂഹം മാറിപ്പോയി. അങ്ങനെ അത് തീർത്തും ഒരു അരക്ഷിതമായ സമൂഹമായിപ്പോയി. പിന്നീട് നിരന്തരമായ യുദ്ധങ്ങളാണ്. മൊവാബുമായിട്ട് ഒരു ട്രൈബ്സായിട്ട് യുദ്ധം ചെയ്യുന്നുണ്ട്. കൂടാതെ അസീറിയ എന്ന് പറയുന്ന വലിയ പവറും ഇവരോട് വന്ന് യുദ്ധം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ യുദ്ധങ്ങളുടെ ഒക്കെ ആത്യന്തികമായിട്ടുള്ള ഫലമായിട്ട് ഈ രാജ്യം തന്നെ നശിച്ചു പോവുകയാണ്. പക്ഷേ അതിനിടയിൽ വളരെ പ്രമുഖരായ ചില പ്രവാചകർ ആ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതിൽ ഒരുപക്ഷെ പഴയ നിയമ കാലഘട്ടത്തിൽ ഏറ്റവും പ്രമുഖനായ പ്രവാചകനായിട്ടുള്ള ഏലിയ ഈ കാലഘട്ടത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഏലിയ എന്ന് പറയുന്നത് ഏറ്റവും പ്രമുഖനായ പ്രവാചകനാണ്. അപ്പോൾ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഈ വടക്കൻ സാമ്രാജ്യത്തിലാണ്, അതായത് ഇസ്രായേൽ എന്ന് വിളിക്കുന്ന രാജ്യത്താണ് ഈ ഏലിയ എന്ന് പറയുന്ന പ്രവാചകൻ ഉണ്ടാവുന്നത്. എലീഷ എന്ന് പറയുന്ന പ്രവാചകനും ആ പ്രദേശം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്. ഇപ്പം ഏലിയ, എലീഷ എന്ന് പറയുന്ന ഈ 2 പ്രവാചകന്മാർ ഈ വിഗ്രഹാരാധനയൊക്കെ മുഖ്യമായ ആരാധനയായി എടുത്തിട്ടുള്ള ഈ വടക്കൻ ഇസ്രായേലിൽ ഈ കാലഘട്ടങ്ങളിൽ പ്രവർത്തിക്കുകയും അവിടെ നല്ല നല്ല കുടുംബങ്ങൾ, നല്ല നല്ല കൊച്ചു കൊച്ചു സമൂഹങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അവർക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ശരി, BC 721 അസീറിയ ഇവരെ ഫൈനലായിട്ട് കോൺകർ ചെയ്യുന്നു. അങ്ങനെ ആ രാജ്യത്തെ അവർ അസീറിയയോട് അനിലേറ്റ് ചെയ്ത് കളയും. ആ രാജ്യം അങ്ങനെ ഇല്ലാതായി പോയി. അപ്പോൾ ഈ വടക്കൻ ഇസ്രായേൽ അവിടെ വെച്ച് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇസ്രായേൽ രാജ്യത്തിൻ്റെ വടക്ക് ഭാഗം സമേറിയ, അതിൻ്റെ തലസ്ഥാനം സമേറിയയാണ്. സമേറിയ തലസ്ഥാനമായിട്ടുള്ള വടക്കൻ ഇസ്രായേൽ പരിപൂർണമായിട്ടും അസീറിയയ്ക്ക് കീഴടങ്ങി. അവിടെയുള്ള മനുഷ്യരെ മുഴുവൻ പിടിച്ചോണ്ട് പോയി, അടിമകളായിട്ട് പിടിച്ചോണ്ട് പോകും. അന്നത്തെ ഒരു രീതിയാണ്. യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള മുഴുവൻ ആളുകളെയും അടിമകളായിട്ട് പിടിച്ചോണ്ട്, നമ്മൾ പലതവണ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ അടിമകളായിട്ട് പിടിച്ചോണ്ട് പോയി. ഈ കാലഘട്ടം ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി സിവിലൈസ്ഡ് ആയിട്ടുള്ള സംഭവം. മറ്റേ ഒരു 500 വർഷങ്ങൾ പുറകിലോട്ടാണെങ്കിൽ പുരുഷന്മാരെ മുഴുവൻ കൊന്നുകളഞ്ഞ് സ്ത്രീകളെയും അല്ലെങ്കിൽ കന്യകമാരായിട്ടുള്ള സ്ത്രീകളെയും കുട്ടികളെയും മാത്രം പിടിച്ചെടുത്ത് ബാക്കി എല്ലാത്തിനെയും കൊന്നുകളയുന്ന രീതിയായിരുന്നു. അപ്പോൾ അത് മാറി. ഇപ്പോൾ ഇത് സമൂഹത്തെ മൊത്തം കൊണ്ടുപോകണം. അപ്പം ഒരുപക്ഷെ കുടുംബമായിട്ടൊക്കെ ഇവർക്ക് പോകാൻ സാധിക്കും. എന്തായാലും അടിമകളായിട്ട് അടിമപ്പണിക്ക് വേണ്ടി ഇവരെ മൊത്തം അസീറിയയിലേക്ക് കൊണ്ടുപോയി എന്ന് മാത്രമല്ല, ഇവരുടെ ഈ തലസ്ഥാനത്ത് മറ്റ് ഗോത്രങ്ങളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും ചെയ്തു. അതായത് ഇവരുടെ സംസ്കാരം പരിപൂർണമായിട്ട് നശിപ്പിച്ച് കളയണം എന്ന പർപ്പസ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, വാസ്തവത്തിൽ ഈ ഇസ്രായേൽ സമൂഹത്തിൻ്റെ 2ാമത്തെ പലായനം ഇവിടെ ആരംഭിക്കുകയാണ്. ഇവിടെ നിന്ന് ഈ അസീറിയയിലെത്തിയ സമൂഹം പിന്നീട് ഇവരുടെ ഈ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ജീവനോപാധികൾ തേടിയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആ കാലം മുതൽ ഇവർ ചെതറി തുടങ്ങിയിട്ടുണ്ട്. അന്ന് ചെതറി തുടങ്ങിയ സമൂഹത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് നമ്മുടെ കേരളത്തിൽ കൊടുങ്ങല്ലൂർ വന്നെത്തുകയും പിന്നീട് കൊടുങ്ങല്ലൂരിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് കൊച്ചിയിലേക്ക് എത്തുകയൊക്കെ ചെയ്തുള്ള ആഫ്രിക്കയിലും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും ഈ യഹൂദ സമൂഹം ഈ ഒരു കാലഘട്ടം മുതലാണ് ചെതറി തുടങ്ങിയത്. ഇവരെ ഈ 721 അസീറിയൻ പ്രവാസത്തോടു കൂടിയാണ് ഈ സമൂഹം ചെതറി ലോകം മുഴുവൻ സ്പ്ലിറ്റ് ആവാൻ തുടങ്ങിയത്. അപ്പോൾ അവരുടെ ആ മണ്ണിൻ്റെ പകുതി ഭാഗം പോയി. ഇനി 2ാമത്തെ ഭാഗം ഇനി താഴെയുള്ളത് യൂദയാണ്.
അവർക്ക് കുറച്ചു കാലങ്ങൾ പിടിച്ചു നിൽക്കാനൊക്കെ പറ്റി. ഈജിപ്തിൻ്റെ ഒക്കെ സഹായത്തോടുകൂടി കുറച്ചു കാലം പിടിച്ചു നിൽക്കാൻ പറ്റി. ഈ അസീറിയ ഇവരെ പലതവണ യുദ്ധം ചെയ്യുന്നുണ്ട്, ഇവർ തിരിച്ച് യുദ്ധം ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ പരാജയപ്പെടും, ചിലപ്പോൾ ജയിക്കും. എന്തായാലും കൺട്രിയുടെ ഐഡൻറ്റിറ്റി 586 വരെ, BC 586 വരെ എക്സിസ്റ്റ് ചെയ്തു. അപ്പോഴേക്കും ഈ BC 586 ആയപ്പോഴേക്കും ബാബിലോൺ വീണ്ടും പവർഫുള്ളായി അസീറിയനെ പരിപൂർണമായിട്ട് അവർ തോൽപ്പിച്ചു. അപ്പോൾ അസീറിയ ഏകദേശം BC 606 ബാബിലോൺ വിഴുങ്ങി അസീറിയൻ. അപ്പം ബാബിലോണാണ് ആദ്യം മുതലേ ഉള്ള രാജ്യം. അത് കഴിഞ്ഞ് പിന്നെ പൊന്തി വന്ന രാജ്യമാണ് അസീറിയ. അതിനും ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട്. ആ അസീറിയ എന്ന് പറയുന്ന രാജ്യത്തെ ബാബിലോൺ 606 വിഴുങ്ങി. ആ ബാബിലോൺ പിന്നീട് ഇസ്രായേലിൻ്റെ ബാക്കിയുള്ള ഭാഗം കൂടി, അതായത് യൂദ എന്ന് പറയുന്ന ഭാഗം കൂടി അവരുടെ രാജ്യത്തോട് ചേർത്ത്, ഒരു യുദ്ധം ചെയ്ത് അവരുടെ രാജ്യത്തോട് ചേർത്തു. ഇവിടെ അവർ ചെയ്തത് വലിയൊരു കാര്യം, ഇവരുടെ ദേവാലയം നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പം ഇസ്രായേലിൻ്റെ ദേവാലയം ഉണ്ടായിരുന്നത് ജെറുസലേമിലാണ്. ആ ദേവാലയം പരിപൂർണമായിട്ട് നശിപ്പിച്ചു കളഞ്ഞു എന്ന് മാത്രമല്ല, അന്ന് ആർക്ക് ഓഫ് കവനന്റ് അല്ലെങ്കിൽ വാഗ്ദാന പേടകം എന്ന് പറയുന്ന ഇസ്രായേൽ സമൂഹത്തിൻ്റെ ആത്മാവ് അത് കാണാതാവുകയും ചെയ്തു. അപ്പോൾ അത് എന്ത് പറ്റി ആർക്ക് ഓഫ് കവനന്റ് എന്നതിന് 586 ശേഷം ഇന്ന് വരെ യാതൊരു തെളിവുമില്ല. അപ്പം അന്ന് പറയുന്നത് ഇസ്രായേൽ സമൂഹത്തിലെ റബിമാർ അല്ലെങ്കിൽ അവരുടെ പുരോഹിതന്മാർ ഇത് ബാബിലോണിയൻസിൻ്റെ കയ്യിൽ പെട്ടുപോകാതെ ഏതോ ഗുഹയിലെടുത്ത് ഒളിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട വളരെ പ്രബലമായ വിശ്വാസങ്ങൾ ഇസ്രായേൽ സമൂഹത്തിലുണ്ട്. അത് കണ്ടെടുക്കുമ്പോഴേക്കും ലോകത്തിൽ വലിയ ചേഞ്ചുകൾ വരുമെന്നൊക്കെയാണ് അവർ വിശ്വസിക്കുന്നത്. അത് കണ്ടെടുക്കാനുള്ള ചില ട്രേസുകളൊക്കെ അടുത്ത കാലത്ത് കിട്ടിയതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇത് കയ്യിലുണ്ട് എന്ന് അവകാശപ്പെടുന്ന വേറെ ചില സമൂഹങ്ങളുണ്ട്. എന്തായാലും ആർക്ക് ഓഫ് കവനന്റ് 586 ശേഷം നഷ്ടപ്പെട്ടു പോയി എന്നാണ് ജൂയിഷ് സമൂഹത്തിൻ്റെ വിശ്വാസം. കാണാതായി പോയത്. അതിനുവേണ്ടി അവർ കാര്യമായ തെരച്ചിൽ ജെറുസലേം പ്രദേശ എക്സ്കവേഷൻസ് വളരെ കാര്യമായിട്ട് നടത്തുന്നുണ്ട്, എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടാൻ വേണ്ടി. അപ്പോൾ അവരുടെ ദേവാലയം നഷ്ടപ്പെട്ടു, അവരുടെ ആർക്ക് ഓഫ് കവനന്റ് നഷ്ടപ്പെട്ടു, അവരുടെ ഭൂമിയും നഷ്ടപ്പെട്ടു. പക്ഷേ ഇവർക്കൊരു ഭാഗ്യം ഉണ്ടായത്, ഇവരെ ഇതുപോലെ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ടുപോയി അടിമകളായിട്ട് പാർപ്പിച്ചു. പക്ഷെ ആ സമൂഹത്തെ ഒന്നിച്ചാണ് ആ ജോലികളെ ഏൽപ്പിച്ചിരുന്നത്. ആ സമൂഹം വല്ലാതെ ചെതറിപ്പോകാതെ ആ സമൂഹത്തിന് അതിൻ്റെ ഐഡൻറ്റിറ്റി സൂക്ഷിക്കാൻ സാധിച്ചു. അപ്പോൾ അവരുടെ ചില പ്രവാചകന്മാരൊക്കെ ഈ പ്രവാസകാലത്തും അല്ലെങ്കിൽ ആ രാജ്യത്തും ഈ ബാബിലോണിയയിലും ഇവരുടെ ഇടയിൽ പ്രവർത്തിക്കുകയും ഇവരുടെ മതജീവിതത്തെ ഉജ്ജീവിപ്പിച്ച് നിർത്തുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ വീണ്ടും ഈ ബാബിലോണിൻ്റെ കാലഘട്ടം അവസാനിക്കുകയാണ്. പേർഷ്യ ഒരു പുതിയ സാമ്രാജ്യമാണ്, അത് ഫോം ചെയ്തു വരുന്നു. 550 BC 550 സൈറസ് എന്ന് പറയുന്ന ആൾ ഈ പേർഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന് രൂപം കൊടുക്കുകയും അത് പെട്ടെന്ന് അങ്ങോട്ട് വളർന്ന് ആ പ്രദേശം മുഴുവൻ അത് പിടിച്ചടക്കുകയും ചെയ്തു. അങ്ങനെ ബാബിലോണിനെ അത് വിഴുങ്ങി, സൈറസ് വിഴുങ്ങി, പേർഷ്യ വിഴുങ്ങി. അപ്പോൾ പേർഷ്യ വിഴുങ്ങിയ കൂട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഈ ബാബിലോണിൻ്റെ കയ്യിലുണ്ടായിരുന്ന യൂദയ പ്രദേശവും അവരുടെ ഭാഗത്തായി. സമേറിയ ഓൾറെഡി കൾച്ചർ മിക്സ് ചെയ്ത് അവരുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടു പോയി. അവർ മറ്റു ഗോത്രങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കുകയും മറ്റു ഗോത്രക്കാരോടും താമസിക്കുകയും ഈ ജ്യൂസ് അല്ലെങ്കിൽ ഇസ്രായേൽക്കാരെന്ന് പറയുന്നവർ എന്നേക്കുമായിട്ട് അവിടെ നിന്ന് പോയി. ഈ യഹൂദർ എന്നുള്ള പേര് ബൈബിളിൽ ഈ കാലഘട്ടങ്ങളൊന്നും ഉപയോഗിച്ച് കാണുന്നില്ല. BC 500 ശേഷം മാത്രമാണ് യഹൂദർ എന്നുള്ള പേര് വരുന്നത്. അതൊരു ഇസ്രായേൽക്കാരെന്നുള്ള പേരാണ് ഇവരെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ യൂദയ ഗോത്രം മാത്രം വന്നുകൊണ്ടായിരിക്കാം പിന്നീട് ജ്യൂസ് എന്നുള്ള പേര് ഡെവലപ്പ് ചെയ്ത് വരുന്നത് നമ്മൾ വിചാരിക്കുന്നു. എന്തായാലും ഈ ബാബിലോൺ പ്രവാസത്തിലായിരിക്കുന്ന കാലത്ത് പേർഷ്യ ആ പ്രദേശം മുഴുവൻ പിടിക്കുകയും അതിന് സൈറസ് എന്ന് പറയുന്ന രാജാവ് BC 539 ഇവരെ തിരിച്ച് ഇവരുടെ പ്രദേശത്തേക്ക് പോകാൻ അനുവദിക്കുകയും ചെയ്യും. അങ്ങനെ BC 539 ഇവരെ തിരിച്ച് ഇവരുടെ ജെറുസലേമിൽ തന്നെ തിരിച്ചെത്തുന്നു. ഈ സൈറസ് ഇവരോട് വളരെ കൈൻഡായിരുന്നു, വളരെ ദയാപൂർവ്വം പെരുമാറി. ഇവരുടെ തന്നെ സമൂഹത്തിലെ സെറുബാബേൽ എന്ന് പറയുന്ന യൂദയ ഗോത്രത്തിൽപ്പെട്ട ഒരാളെ ഈ ജെറുസലേമിൻ്റെ ഗവർണറായിട്ട് നിയമിച്ചു. ഇവരുടെ ദേവാലയം പണിയാനുള്ള അനുവാദം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഓർക്കണം, ആ കാലഘട്ടത്തിലെ പവർ ഈ അസീറിയ എന്ന് പറയുന്ന ആ ഒരു 10,000 വർഷം പഴക്കമുള്ള മെസൊപ്പൊട്ടാമിയൻ റീജിയനിലുള്ള സാമ്രാജ്യം AD 606 ഇല്ലാതായി. അതിനെ ബാബിലോണിയ വിഴുങ്ങുക ചെയ്തു. BC 2000 മുമ്പ് മുതൽ ചരിത്രമുള്ള ബാബിലോണിയ എന്ന് പറയുന്ന രാജ്യം, പിന്നീട് അസീറിയൊക്കെ വിഴുങ്ങിയ രാജ്യം, BC 550 ആ രാജ്യത്തെ പേർഷ്യ വിഴുങ്ങി. 550 പേർഷ്യ എന്ന് പറയുന്ന രാജ്യം ഫോം ചെയ്തു വരുന്നത്. ഈ പേർഷ്യ പിന്നീട് ആ പ്രദേശത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ലോകത്തിലെ തന്നെ ഏറ്റവും മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ശക്തി, ഞാനീ പറഞ്ഞ ഇവരൊക്കെ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി, പവർഫുൾ ആയിട്ടുള്ള ശക്തിയായിട്ട് മാറുകയും BC 330 വരെ പിന്നീട് പേർഷ്യയുടെ കാലമാണ്. BC 330 മാർസഡോണിയയിലെ അലക്സാണ്ടർ ലോകം മുഴുവൻ കീഴടക്കുന്ന കൂട്ടത്തിൽ ഈ പേർഷ്യയെ കൂടി കീഴടക്കുന്നത്. അപ്പം അലക്സാണ്ടറുടെ കാലഘട്ടം വരെ പേർഷ്യയായിരുന്നു ലോകത്തെ ഏറ്റവും വലിയ ശക്തി. അപ്പോൾ ഈ BC 2500 മുതൽ ചരിത്രമുള്ള വേറൊരു രാജ്യമുണ്ട്. അത്ര വലിയ ഭയങ്കര പവറല്ല അവർ, എങ്കിൽ പോലും ഈജിപ്ത് അവിടെ നിൽക്കുന്നുണ്ട്. ഈജിപ്തിനെ ഇവരിൽ നിന്നുള്ള ഈ ജിയോഗ്രാഫിക്കലായിട്ടുള്ള മരുഭൂമി കൊണ്ടൊക്കെയുള്ള സെപ്പറേഷൻ കൊണ്ടാണ്. അപ്പോൾ ഒരിക്കലും ഈജിപ്തിന് വലിയ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല. പേർഷ്യയും
ബാബിലോണിയൊക്കെ ഇവരെ ഇൻവേഡ് ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ഒരുപാട് കാലത്തേക്ക് അവർക്ക് ഈജിപ്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് അവർ തിരിച്ച് പായിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും 12,000 വർഷം ഈ പറയുന്ന രാജ്യങ്ങളുടെ ഒക്കെ കാലഘട്ടത്തിൽ, അസീറിയയുടെ കാലഘട്ടത്തിലാവട്ടെ, ബാബിലോണിയുടെ കാലഘട്ടത്തിലാവട്ടെ, പേർഷ്യയുടെ കാലഘട്ടത്തിലാവട്ടെ, ഈജിപ്ത് അവിടെയുണ്ട്. ഈജിപ്ത് പിന്നീട് ഇല്ലാതായി പോകുന്നത് അലക്സാണ്ടർ കാലഘട്ടത്തിലാണ്. അലക്സാണ്ടർ വരുന്നത് ഈജിപ്തിന് ഓപ്പോസിറ്റുള്ള കടലിൻ്റെ സൈഡിൽ നിന്നാണ്, ഗ്രീസിൽ നിന്നാണ് അലക്സാണ്ടർ വരുന്നത്. അപ്പം അലക്സാണ്ടർക്ക് മെഡിറ്ററേനിയൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈജിപ്തിൽ വരാം, കരയിലൂടെയും വരാം. അവർ കടൽ ക്രോസ് ചെയ്താണ് വന്നിട്ടുള്ളത്. അതിന് ചരിത്രങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടോളമിമാരൊക്കെ ഈജിപ്ത് ഭരിക്കുന്ന കഥയൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. പിന്നെ ഷേക്സ്പിയറിൻ്റെ കഥകളിലൊക്കെ വളരെ വിശദമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ പറയുന്ന ഈജിപ്ത് ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഈജിപ്ത് സാമ്രാജ്യം അവിടെ നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. ഈ ഈജിപ്തിൻ്റെയും ഈ മെസപ്പൊട്ടാമിയൻ റീജിയനിലെ രാജ്യങ്ങളുടെയും ഇടയിലാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന സാധനം പാക്ക് ചെയ്ത് നിൽക്കുന്നത്, രാജ്യം അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഈജിപ്തിൻ്റെ സഹായം കൊണ്ടൊക്കെ ഇവർ ഇത്രയും കാലം പിടിച്ചു നിൽക്കുകയായിരുന്നു. അപ്പോൾ BC 539 ഇവർക്ക് തിരിച്ചു വരാൻ സാധിച്ചു. ഇവരുടെ ദേവാലയം പണിയാൻ വേണ്ടി അനുവദിച്ചു. അങ്ങനെ ആ കാലഘട്ടത്തിൽ ജെറമിയ, എസ്ര, നെഹേമിയ, ഹഗ്ഗായി, സഖറിയ എന്നൊക്കെ പറയുന്ന പ്രവാചകന്മാരെ ഇവരിൽ വിശ്വാസം ഭയങ്കരമായിട്ട് പുനരുജ്ജീവിപ്പിച്ചു. ഈ തിരിച്ചു വന്ന സമൂഹത്തിൽ വളരെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ. 30,000 എന്നൊക്കെയാണ് കൗണ്ട് പറയുന്നത്. അത് സെക്കുലർ ആയിട്ടുള്ള കൗണ്ടുകളാണ്. ബൈബിളിനകത്ത് ഇതിൻ്റെ നമ്പറിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ബാക്കിയുള്ള ഈ ഇസ്രായേൽക്കാർ ലോകം മുഴുവനായിട്ട് ചതറിപ്പോയി. അപ്പോൾ ഇതിൽ തിരിച്ച് റീഗ്രൂപ്പ് ചെയ്ത് എന്തായാലും 1,00,000 താഴെയുള്ള മനുഷ്യർ മാത്രമാണ്. അപ്പോൾ അവരാണ് ഈ പ്രദേശത്തുള്ളത്. അവർ രണ്ടാം ജെറുസലേം ദേവാലയം പണിതു. 516 ആ ജെറുസലേം ദേവാലയത്തിന് പണി പൂർത്തിയായി. അതൊരു മിനിമം ദേവാലയമാണ്. അതിലവർ മതിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എങ്കിൽ പോലും ഭയങ്കര ആദ്യം ഉണ്ടാക്കിയ സോളമൻ്റെ ടെമ്പിൾ പോലെ സ്വർണം പൊതിഞ്ഞ ആ സാധനമല്ല. ഇതൊരു മിനിമം ദേവാലയമാണ്. ആർക്ക് ഓഫ് കവനൻ്റ് ഇല്ലാത്ത ദേവാലയമാണ്. അപ്പം അവരെ സംബന്ധിച്ച് ആ ദേവാലയം അവരുടെ ഒരു ആഗ്രഹമായതുകൊണ്ട് ദേവാലയം പണിതു, അവിടെ പൂജ നടത്തുന്നു, അവരത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ ദേവാലയം പിന്നീട് ഹെറോദോസ് അതിഗംഭീരമായൊരു ദേവാലയമാക്കി മാറ്റുന്നുണ്ട്. അതിന് വലിയ ചുറ്റുമതിലുകളൊക്കെ കെട്ടി അങ്ങനെ ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായൊരു സൃഷ്ടിയാക്കി മാറ്റി. AD 70 റോമൻ എംപയർ അത് ചവിട്ടി മെതിച്ച് നശിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ മതിലൊഴികെ ബാക്കി മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. അതാണ് ഇന്ന് ടെമ്പിൾ മൗണ്ടിൽ നശിപ്പിക്കപ്പെട്ട ദേവാലയത്തിൻ്റെ മതിൽ മാത്രമാണ് ഇന്ന് ഇസ്രായേൽ സന്ദർശിക്കുന്നവർക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയുന്ന കഥയാണത്. അപ്പോൾ നമ്മൾ വന്നു നിൽക്കുന്നത് AD 516 സെക്കൻഡ് ടെമ്പിൾ പണിതു എന്നുള്ളതിലാണ്. പിന്നീടുള്ള കാലഘട്ടത്തിലെ വലിയ ചരിത്രപരമായ കാര്യങ്ങൾ, കാരണം ഇവർക്ക് സ്വന്തമായിട്ട് രാജ്യമില്ല. സ്വന്തമായിട്ട് രാജ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവരിപ്പം പേർഷ്യയുടെ കീഴിൽ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇവരുടെ ഈ ചെറിയ സമൂഹം വളരെ ചെറുതായതോടുകൂടി ഇവിടെ മത തീവ്രത അങ്ങ് വല്ലാതെ വർദ്ധിച്ചു. മതത്തോടുള്ള ആ തീവ്രതയും പിന്നെ ദൈവത്തോടുള്ള സ്നേഹവും വളരെ വർദ്ധിക്കുകയും ഇവർ ബൈബിൾ രചന പോലത്തെ കാര്യങ്ങളിലേക്ക് ഇവരുടെ കോൺസെൻട്രേഷൻ മുഴുവൻ മാറുകയും ചെയ്തു. അപ്പോൾ പിന്നീടുള്ള കാലഘട്ടത്തിൽ ഈ 516 മുതലുള്ള ഈ രണ്ടാം ദേവാലയത്തിൻ്റെ പുനർനിർമ്മിതിക്ക് ശേഷമാണ് പഴയ നിയമത്തിലെ ബൈബിളിലെ ഗ്രന്ഥങ്ങളുടെ രചന പേപ്പർസിലൊക്കെ വളരെ ഗൗരവതരമായിട്ട് ആരംഭിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇവരുടെ ദൈവഭക്തി വർദ്ധിക്കുകയും ചെറിയ സമൂഹമായി അവിടെ ഇവരുടെ മതത്തോടുള്ള അവരുടെ അടുപ്പം വല്ലാതെ കൂടുകയും അവർ അങ്ങേയറ്റം ഒരു വിശ്വാസ ജീവിതം നയിക്കുകയും ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച വലിയ ആളുകളുണ്ടാവുകയും അങ്ങനെ ഈ ബൈബിൾ രചന എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് ഇവർ കടക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് തൽക്കാലം ഇവരുടെ ഈ ഭാഗത്ത് നിർത്താം. ഇനി അടുത്ത എപ്പിസോഡിൽ ബാക്കി കഥ പറയാം. താങ്ക് യു.